തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. തോണിയിലിരുന്ന എന്ന് പറഞ്ഞാൽ ചെറുതോണിയാണ്. ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ ക്യാപ്സ്യൂൾ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി DS. ഇന്ന് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ മൂന്നാമത്തെ ക്യാപ്സ്യൂൾ സെഷൻ ആണ്. 1ഉം 2ഉം ഒക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് കരുതുന്നു. ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അവിടെ ക്യാപ്സ്യൂൾ സെഷനാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നറിയണോ? എന്താണ്? നമ്മുടെ കേരളത്തിലെ ഒരു നദിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് കേരളത്തിലെ എത്രയൊക്കെ നദികൾ ഉണ്ടെന്നൊന്നും അറിയണ്ടേ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കേരളത്തില് എത്ര നദികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 44 നദികളാണുള്ളത്. എത്ര നദികളുണ്ട്? കേരളത്തിൽ 44 നദികളാണുള്ളത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെയെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുമുണ്ട്, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമുണ്ട് കേട്ടോ. അവിടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാമോ? 41 നദികളാണ് കേട്ടോ. 41 നദികൾ എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ ഒരു 3 നദികള് എങ്ങോട്ട് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. ആ 3 എണ്ണം ആയതുകൊണ്ട് തന്നെ അത് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദിയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ഇതിനിടയ്ക്ക് ഒരെണ്ണം കൂടി കൂട്ടിച്ചേർത്ത് അത് ആൻസർ ആയിട്ട് കൊടുക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണം. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? കബനി, ഭവാനി, പാമ്പാർ. കബനി ഉണ്ട്, ഭവാനി ഉണ്ട്, പാമ്പാർ ഉണ്ട്. ഓക്കെ, ഈ 3 നദികളും എങ്ങോട്ടേക്ക് ഒഴുകുന്നതാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ബാക്കിയെല്ലാം എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ 44 നദികളില് ഏറ്റവും വലിയ നദി ഏതാണെന്നറിയാമോ? ഏതാണെന്നറിയാമോ? അത് പെരിയാറാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? പെരിയാർ എന്നാണ്. എങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരം അറിയാം. മഞ്ചേശ്വരം പുഴയാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. നോക്കൂ, ഏറ്റവും വലിയ നദി ചോദിച്ചാൽ പെരിയാറാണ്, ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ കേരളത്തിലെ നദികളുടെ ഒരു ഇൻട്രോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കേരളത്തിലെ 44 നദികളുണ്ട്. 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ്, ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ നദിയായ പെരിയാറിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പെരിയാറിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഓരോ കമന്റ്സ് ആണ് നമ്മൾ അങ്ങോട്ടേക്കുള്ള ആ ഓരോ ക്യാപ്സ്യൂളിന്റെയും ആ ഒരു ഊർജം എന്ന് പറയുന്നത്. സോ കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. സോ നമുക്ക് നോക്കാം. പെരിയാർ, പെരിയാർ, പെരിയാർ. പെരിയാർ എന്ന് പറഞ്ഞാൽ പെരി അല്ലെ, പെരിയാറാണ് അല്ലെ. നമ്മൾ തമിഴിലൊക്കെ പറയത്തില്ലേ പെരിയാർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വലിയ അല്ലെ, കേരളത്തിലെ പെരിയ നദിയാണെന്ന് മനസ്സിലായി. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? അത് പെരിയാറാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ നോക്കിക്കേ, പെരിയാറിന്റെ കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ കാണുന്നതെല്ലാം PSCയുടെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദാ നോക്കിക്കേ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ലൈഫ് ലൈൻ, ലൈഫ് ലൈൻ ഓഫ് കേരള. ഓക്കെ, ലൈഫ് ലൈൻ ഓഫ് കേരള, ജീവരേഖ. ഓക്കെ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ഒറ്റ മൈൻഡ്. എന്താണ്? അത് പെരിയാറാണ്. ഓക്കെ അല്ലേ? കേരളത്തിന്റെ ജീവരേഖ എന്താണ്? ലൈഫ് ലൈൻ ഓഫ് കേരള പെരിയാറാണ്. ഇനി നാ നോക്കിക്കേ, ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതാണ്? ശ്രദ്ധിച്ചിരിക്കുക. ശങ്കരാചാര്യർ പെരിയാർ എന്നല്ല വിശേഷിപ്പിച്ചത്, പകരം എന്തെന്ന് വിശേഷിപ്പിച്ചു?
പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചു. ആ നദിയുടെ പേരെന്ന് പറഞ്ഞേ, അത് പെരിയാറാണ്. പെരിയാർ പൂർണ്ണ. ക്ലിയർ അല്ലേ? പെരിയാറിനെ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചു. ആര് വിശേഷിപ്പിച്ചു? ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ നാം നോക്കിക്കേ, അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശമുള്ള നദി ഏതാണ്? അർത്ഥശാസ്ത്രം എടുത്താൽ ആ ഒരു അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന വിശേഷണം, ചൂർണി ഓക്കെ, ചൂർണി എന്ന വിശേഷണമുള്ള നദി ചോദിച്ചാൽ ഉത്തരം എന്താണ്? പെരിയാറാണ്. ഓക്കെ. അതുപോലെ തന്നെ ആലുവ പുഴ, കാലടിപ്പുഴ എന്നെല്ലാം അറിയപ്പെടുന്നത് പെരിയാർ നദിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ആലുവ പുഴ, കാലടിപ്പുഴ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ചോദ്യങ്ങളാണ്? ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ലൈഫ് ലൈൻ ഓഫ് കേരള ഏതാണ്? പെരിയാറാണ്. അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതാണ്? പെരിയാറാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷണമുള്ള നദി ഏതാണ്? പെരിയാറാണ്. ആലുവ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? പെരിയാറാണ്. കാലടിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? പെരിയാറാണ്. കിട്ടിയില്ലേ? ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദാ ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കൂ, നമ്മുടെ പെരിയാറിന്റെ ഒരു റൂട്ട് മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെരിയാർ എവിടെ ഉത്ഭവിക്കുന്നു, എവിടെ പതിക്കുന്നു, ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഇതിങ്ങനെ ഒഴുകി പോകുന്നത്, ആ പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. ദാ ശ്രദ്ധിച്ച് നോക്കുക. പെരിയാർ ഉത്ഭവിക്കുന്നത് കേരളത്തിലല്ല, പിന്നെ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഏത് മലയിലാണെന്ന് ചോദിച്ചാൽ അത് ശിവഗിരി മലകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ശിവഗിരി മലകൾ. ഈ മലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, പെരിയാറ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. പക്ഷേ അത് ഉത്ഭവിക്കുന്നത് കേരളത്തിൽ നിന്നാണോ? അല്ല, അത് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ ഏത് മലകളിൽ നിന്നാണ്? അത് ശിവഗിരി മലകളിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഈ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച ഈ പെരിയാറ് എന്ത് ചെയ്യുന്നു? 2 ജില്ലകളിലൂടെയാണ് ഒഴുകി പോകുന്നത്. ഏതൊക്കെയാണ് ആ 2 ജില്ലകള്? ഒന്ന് ഇടുക്കിയാണ്. അതാ നോക്കിക്കേ, ഇടുക്കിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്കറിയാം, മുല്ലപ്പെരിയാറൊക്കെ അറിഞ്ഞിട്ടില്ലേ? സോ അതെല്ലാം ഈ ഒരു പെരിയാറിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോ ഇടുക്കിയിലൂടെയും എറണാകുളത്തിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്? പെരിയാർ ഒഴുകി പോകുന്നത്. കണ്ടോ, ഇടുക്കിയിലൂടെ, തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലൂടെ വന്ന് എന്ത് ചെയ്യുകയാണ്? വേമ്പനാട്ട് കായലിൽ വന്ന് പതിക്കുകയാണ്. അപ്പോ ഈ പെരിയാർ നദി ഒഴുകുന്ന 2 ജില്ലകൾ, രണ്ട് ജില്ലകൾ ഏതൊക്കെയാണ്? വലിയ നദിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒഴുകുന്നത് 2 ജില്ലകളിലൂടെ മാത്രമാണ്. അത് ഒന്ന് ഇടുക്കിയും മറ്റൊന്ന് എറണാകുളവുമാണ്. മനസ്സിലായോ? അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു, ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ്. അവിടെ നിന്നും ഒഴുകി 2 ജില്ലകളിലൂടെ, കേരളത്തിലെ 2 ജില്ലകളിലൂടെ കടന്നു പോകുന്നു. ഏതൊക്കെയാണ് ആ ജില്ലകൾ? ഒന്ന് ഇടുക്കി, 2 എറണാകുളം. ഓക്കെ, സെറ്റായല്ലോ. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇടുക്കി ഡാം അല്ലേ? ഇടുക്കി ഡാം നോക്കൂ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നമുക്കറിയാം ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് നദിയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പെരിയാറിലാണ്. ഓക്കെ, പെരിയാർ നദിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ഡാം. ഓക്കെ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പെരിയാറിലാണ്. അതുപോലെ നമുക്ക് ഇത് അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലേ? ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഉത്തരം പറയുന്നത്? അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. മനസ്സിലായോ? അപ്പൊ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇത് വന്ന് പതിക്കുന്നത് എവിടെയാണ്? നോക്കിക്കേ, എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് കേട്ടോ. അപ്പോ തമിഴ്നാട്ടിൽ നിന്നും ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച ഈ ഒരു പെരിയാർ നദി ഇടുക്കിയിലൂടെ കടന്ന്
എന്താണ് എറണാകുളത്ത് കയറി ആലുവ വഴി എന്ത് ചെയ്യുന്നു? വേമ്പനാട്ട് കായലിൽ പോയി പതിക്കുകയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇത് നിങ്ങൾ ഇനി മറന്നു പോകത്തില്ലല്ലോ. ശിവഗിരി മലകൾ, അവിടെ നിന്നും ഇടുക്കി ഡാം അതിനകത്ത് വരുന്നുണ്ട്, ദെൻ വേമ്പനാട്ട് കായലിൽ പോയാണ് പതിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. അപ്പൊ നമ്മൾ അതിന്റെ നീളം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എത്രയാണ് അതിന്റെ നീളം? ആസ് പെർ PSC ആൻസർ 244 കിലോമീറ്റർ ആണ്. എത്രയാണ്? 244, 244 ആണ്. 244, 244 കിലോമീറ്റർ. കിലോമീറ്റർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 244 ആണ്. ഇനി മൈൽസിലാണ്, ഒരു തവണ മൈലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈൽസിൽ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 152 മൈലാണ് കേട്ടോ. 244 കിലോമീറ്ററിനെ മൈൽസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 151.89 സംതിങ് വരും. അപ്പൊ 152 മൈലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആ ഒരു നീളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ പഠിച്ചു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, അതിന്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. എത്ര മൈലാണെന്ന് ചോദിച്ചാൽ 152 മൈലാണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ കുറെ ഉത്തരം, പെരിയാർ ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന, PSC ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ്? കേരളത്തിൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പെരിയാറാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാലും നമ്മൾ ഉത്തരം പറയും പെരിയാറാണ്. മനസ്സിലായോ? അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ചോദിച്ചാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാലും നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? ഉത്തരം ഒന്നേ ഉള്ളൂ, അത് പെരിയാറാണ്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ 5 ചോദ്യങ്ങൾ പഠിച്ചല്ലോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതാണ്, 244 കിലോമീറ്റർ ആണ്, 152 മൈലാണ്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ളതാണ്, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നതാണ്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നതാണ്. സിമ്പിൾ അല്ലേ? തീർന്നില്ലേ? ഓക്കെ, അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, 2020 റിപ്പോർട്ട് പ്രകാരം, ഓക്കെ, 2020 ആ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദി ഏതായിരുന്നു എന്നറിയാമോ? അത് നമ്മുടെ പെരിയാറായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദി. ഇപ്പോഴല്ല, ഇപ്പൊ കല്ലായി പുഴ എന്തോ ആണ്. ഇപ്പം എന്താണ്, അന്ന് 2020 റിപ്പോർട്ട് പ്രകാരം, ഓരോ വർഷവും റിപ്പോർട്ടുകൾ വരും. അപ്പൊ 2020 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദി ഏതായിരുന്നു? അത് പെരിയാറായിരുന്നു കേട്ടോ. അതുപോലെ നാം നോക്കിക്കേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി. അപ്പം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? കുറെ ട്രിബ്യൂട്ടറീസ് ഉണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയും അതും പെരിയാറാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് പെരിയാറിന്റെ കുറച്ച് പോഷക നദികളുടെ കാര്യം പറയണം. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ്? പെരിയാർ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിനകത്തോട്ട് ആദ്യം വന്ന് ചേരുന്ന ഒരു പോഷക നദി ഉണ്ട്. എന്താണെന്ന് അറിയാമോ അതിന്റെ പേര്? അത് മുല്ലയാറാണ്. എന്താണ്? മുല്ലയാർ. ഓക്കെ, മുല്ലയാർ ആണ് എന്ത് ചെയ്യുന്നത്? പെരിയാറിനോടൊപ്പം ആദ്യം വന്ന് ചേരുന്ന പോഷക നദി എന്ന് പറയുന്നത്. അപ്പം ഈ പെരിയാറും അതുപോലെ തന്നെ ഈ മുല്ലയാറും ഈ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ എന്തുണ്ട്? ഒരു ഡാം ഉണ്ട്. ആ ഡാമിന്റെ പേരെന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെയാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ആ ഒരു പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ സ്ഥലം അറിയപ്പെടുന്നത് മുല്ലപ്പെരിയാർ എന്നാണ് കേട്ടോ. മുല്ലയാറിന്റെയും പെരിയാറിന്റെയും സംഗമ സ്ഥലം അറിയപ്പെടുന്നത്, ഈ ഒരു പോയിന്റ് അറിയപ്പെടുന്നത് എന്താണ്? മുല്ലപ്പെരിയാർ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ഭാഗത്ത് എന്തുണ്ട്? ഒരു ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഡാമിന്റെ പേരെന്താണ്? മുല്ലപ്പെരിയാർ ഡാം എന്നാണ്. മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ? മുല്ലയാറ്, പെരിയാറ്. പെരിയാറിനോട് ആദ്യം വന്ന് മുല്ലയാർ ചേരുന്നു, അതുകൊണ്ടാണ് അവിടെ ആ സ്ഥലം മുല്ലപ്പെരിയാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി മൂന്നാറിൽ സംഗമിക്കുന്ന നദികളുണ്ട്. മൂന്നാർ, ഇത്
ഒഴുകി 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 മൂന്നാർ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 3 നദികൾ വന്ന് ഇതിലേക്ക് സംഗമിക്കുന്നുണ്ട്. ആ 3 നദികളുടെ പേര് ഏതൊക്കെയാണ്? മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. കേട്ടോ, മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. അത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് മറന്നു പോകരുത്. മുല്ലപ്പെരിയാറ്, മുല്ലയാറും പെരിയാറും കൂടെ ചേരുന്നു. അതങ്ങനെ ചോദിക്കാറില്ല, കാരണം ഒരു വട്ടം വായിച്ച ഒരാൾക്ക് പോലും അത് മനസ്സിൽ നിൽക്കും. പക്ഷേ പെരിയാറിനോട് ആദ്യം ചേരുന്ന നദി ഏതെന്ന് ചോദിക്കാറുണ്ട്. അത് മുല്ലയാറാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയെന്ന് നോക്കി വെച്ചിരിക്കുക. മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ഓക്കെ, ദെൻ പെരിയാറിന്റെ പോഷക നദികൾ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പെരിയാറിന്റെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ഉൾപ്പെടുന്നത് ഏതാണ് തുടങ്ങിയ കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇടമലയാർ ഏത് നദിയുടെ പോഷക നദിയാണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കേരള റിവേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പോഷക നദികൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. സോ നമുക്ക് കോഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം കേട്ടോ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ആദ്യമേ ആ പേരുകളൊക്കെ ഒന്ന് നോക്കാം. പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മുല്ലയാർ, മുതിരപ്പുഴയാർ, ഇടമലയാർ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, മണിമലയാർ, തൊട്ടിയാർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. സോ ഇനിയും പല പല പോഷക നദികളുണ്ട്, ഇത് മാത്രമല്ല ഇനിയും പോഷക നദികളുണ്ട്. സോ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ഇടമലയാറ്, പെരുതുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, മണിമലയാറൊക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. സോ നെക്സ്റ്റ് എന്താ പറയുന്നത്? നമുക്കത് പഠിക്കാനുള്ള ഒരു കോഡാണ് കേട്ടോ. എങ്ങനെ ഈ പോഷക നദികൾ നമുക്ക് പഠിച്ചു വെക്കാമെന്ന് നോക്കാം. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് തൊട്ടിയിലെ ചെറുതേനാണ് പെരുത്തിഷ്ടം. ഓക്കെ, ഈ ഒരു ഡയലോഗ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. കട്ടപ്പനയിൽ ആരുണ്ട്? ഒരു മുല്ലാക്കയുണ്ട് കേട്ടോ. കട്ടപ്പനയിൽ ആരുണ്ട്? ഒരു മുല്ലാക്കയുണ്ട്. ആ മുല്ലാക്കയ്ക്ക് ഒരു മുതിരയുണ്ട്. കുതിരയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? മുതിര എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ മുല്ലാക്കയുടെ മുതിരയ്ക്ക് തൊട്ടിയില്, ഒരു തൊട്ടിക്കകത്ത് എന്തിരിപ്പുണ്ട്? ചെറുതേൻ ഇരിപ്പുണ്ട്. ചെറുതേൻ കേട്ടോ. അപ്പോൾ ആ തൊട്ടിയിലിരിക്കുന്ന ചെറുതേനാണ് പെരുത്തിഷ്ടം. ഓക്കെ, അപ്പൊ കുതിരയ്ക്ക് പകരം നമ്മൾ മുതിര എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ മുതിരയ്ക്ക് എന്താണ്? തൊട്ടിയിലിരിക്കുന്ന ചെറുതേനാണ് പെരുത്തിഷ്ടം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് തൊട്ടിയിലിരിക്കുന്ന ചെറുതേനാണ് പെരുത്തിഷ്ടം. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അയ്യോ ഇതിനും നല്ലത് ഇതങ്ങ് പഠിച്ചാൽ പോലെ എന്ന് നിങ്ങൾ കരുതും. പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കൃത്യമായിട്ടൊരു എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിച്ച ഒരാൾക്ക് മാത്രമേ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് തൊട്ടിയിലെ ചെറുതേനാണ് പെരുത്തിഷ്ടം. അവിടെ കട്ടപ്പന എന്ന് ഉദ്ദേശിക്കുന്നത് കട്ടപ്പനയാറിനെയാണ് കേട്ടോ. കട്ടപ്പനയാറ്. മുല്ലാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുല്ലയാറിനെയാണ്. മുതിര എന്ന് ഉദ്ദേശിക്കുന്നത് മുതിരമ്പുഴയാണ്. മുതിര എന്ന് ഉദ്ദേശിക്കുന്നത് മുതിരമ്പുഴയാണ്. തൊട്ടിയിലെ എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ടിയാറാണ്. ഓക്കെ, തൊട്ടിയിലെ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൊട്ടിയാറാണ്. ചെറുതേൻ, ചെറുതേൻ എന്ന് പറഞ്ഞാൽ ചെറുതോണിയാറിനെയാണ് നമ്മൾ ചെറുതേൻ എന്ന് ഉപമിച്ചത് കേട്ടോ. ഇതിലും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോഡുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടാകും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കട്ടപ്പന, കട്ടപ്പനയാറ്, മുല്ലാക്ക, മുല്ലയാറ്, മുതിര, മുതിരമ്പുഴയാറ്, തൊട്ടിയിലെ തൊട്ടിയാറ്, ചെറുതേൻ, ചെറുതോണിയാറ്, പെരുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പെരുന്തുറയാറാണ്. അതുപോലെ തന്നെ ഇഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ഇടമലയാറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളെ കുറച്ച് നമ്മുടെ പോഷക നദികൾ പറഞ്ഞല്ലോ. ഇതൊന്നും അല്ല, ഒരുപാട് പോഷക നദികൾ ഇനിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അതിന് നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഉപകരിക്കും. സോ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് തൊട്ടിയിലെ ചെറുതേനാണ് പെരുത്തിഷ്ടം. കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരമ്പുഴയാറ്, തൊട്ടിയാറ്, ചെറുതോണിയാറ്, പെരുന്തുറയാറ്, ഇടമലയാറ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ആദ്യത്തെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഒരു 2-3 തവണയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം എപ്പോഴും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. മാർത്താണ്ഡപുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി പെരിയാർ വേർപിരിയുന്ന സ്ഥലം ഏതാണ്? പെരിയാർ എങ്ങനെ ഒഴുകിയതാ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോവാണ്. ആ ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യാണ്? രണ്ടായിട്ട് വേർപിരിഞ്ഞു പോവുകയാണ്. എന്തൊക്കെ നദികൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത്? ഒന്ന് മാർത്താണ്ഡം പുഴ. ഓക്കെ, മാർത്താണ്ഡം പുഴ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സൈഡിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ എന്താണ് ഇത്? മാർത്താണ്ഡം പുഴ. ഓക്കെ, ജസ്റ്റ് ഇത് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഇമേജ് ആണേ, ഒറിജിനൽ അല്ല കേട്ടോ. മാർത്താണ്ഡ പുഴയുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? മംഗലപ്പുഴയുണ്ട്. മംഗലപ്പുഴ. ഓക്കെ, അപ്പോ ഈ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ഓക്കെ, ഇത് ആലുവയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക.
ഈ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മൾ പെരിയാർ ഇങ്ങനെ ഒഴുകി വന്നിട്ട് 2 പുഴകളായിട്ട് സ്പ്ലിറ്റ് ആയി പോവുകയാണ്. അത് ഏതൊക്കെ പുഴകളാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മാർത്താണ്ഡപ്പുഴയും അതുപോലെ തന്നെ മംഗലപ്പുഴയുമാണ്. ഒന്ന് പറഞ്ഞേ, മാർത്താണ്ഡപ്പുഴയും മംഗലപ്പുഴയും. എവിടെ വെച്ചാണ് സ്പ്ലിറ്റ് ആകുന്നത്? അത് ആലുവയിൽ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കുക, മാർത്താണ്ഡപ്പുഴയും മംഗലപ്പുഴയും രണ്ടായിട്ട് വേർപിരിയുന്ന ആ ഒരു സ്ഥലം ചോദിച്ചാൽ ഉത്തരം നമ്മൾ എന്താ പറയുന്നത്? അത് ആലുവയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അത് മറന്നു പോകരുത്. ആ പുഴയുടെ പേര് മറന്നു പോകരുത്. ഒന്ന് മാർത്താണ്ഡപ്പുഴയാണ്, മറ്റൊന്ന് മംഗലപ്പുഴയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്തതായിട്ട് പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വെള്ളപ്പൊക്കത്തിനെ പറ്റി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമുക്കറിയാം ഇപ്പോഴൊക്കെ വെള്ളപ്പൊക്കം വന്നാൽ പോലും നമ്മുടെ ആലുവ ഭാഗത്ത് ആ ഒരു ക്ഷേത്രമൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചിത്രമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ? സോ അതേപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവിടെ പെരിയാറിൽ വെള്ളപ്പൊക്കം, വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് ഇമേജസ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അതായത് പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം, തുടക്കത്തിൽ അന്ന് പണ്ട് കാലത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണെന്ന് അറിയാമോ? AD 1341 1341 കേട്ടോ. പെരിയാറിൽ ആദ്യമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായത് AD 1341. എന്നാൽ ആ പെരിയാറിലെ വെള്ളപ്പൊക്കത്തിലൂടെ നശിക്കാൻ ഇടയായ ഒരു തുറമുഖം ഉണ്ടായിരുന്നു. അത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ഏതാണ്? കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ആ വെള്ളപ്പൊക്കം കാരണം എന്ത് ചെയ്യുന്നു? ഒരു തുറമുഖം നശിച്ചിട്ടുണ്ടായിരുന്നു. ആ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം എന്ന് പറയുന്നത്. പിന്നെ 1924 1924 കേട്ടോ, 1924 അതായത് മലയാള മാസം 1099 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്കം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് 99 വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്നറിയാമോ? അതാണ്ട് മലയാള മാസം 1099 അത് വെച്ചിട്ട് 99 വെള്ളപ്പൊക്കം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 1924 യഥാർത്ഥത്തിൽ ഇതുണ്ടാകുന്നത്. അപ്പം ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് 99 വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? 99 വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ 1999 1899 ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ ആൻസർ എന്താണ്? 1924 കേട്ടോ. 1924 കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. പെരിയാറിൽ 1924 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മലയാള മാസം 1099. സോ അതുകൊണ്ട് ആ ഒരു വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ആദ്യത്തെ ആണെങ്കിൽ AD 1341 കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചു. ദെൻ 1924 വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അത് മലയാള മാസം 1099. സോ അത് 99 വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ നിങ്ങളൊക്കെ പോയിട്ടുള്ളതായിരിക്കും. എന്താണ്? ഒന്ന് നമ്മുടെ തേക്കടി വന്യജീവി സങ്കേതമാണ് അല്ലെ? പെരിയാറിലെ തേക്കടി വന്യജീവി സങ്കേതമാണ്. മറ്റൊന്ന് എന്താണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഓർത്ത് വെച്ചിരിക്കുക. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ 2 ഉണ്ട്. തേക്കടി വന്യജീവി സങ്കേതവും ഉണ്ട്, അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതവും ഉണ്ട്. ഇനി ചിലപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് പകരം എന്താണ് സലീം അലി പക്ഷി നിരീക്ഷണ പാത എന്ന് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ അത് തന്നെയാണ് തേക്കടി പക്ഷി സങ്കേതം എന്ന് മനസ്സിലാക്കുക. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പേരെന്താണ്? സലീം അലി പക്ഷി സങ്കേതം എന്നാണ്. സോ അത് രണ്ടും സെയിം ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ പഠിച്ചു. തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവുമാണ്. ഇനി പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട കുറെ അണക്കെട്ടുകൾ എവിടെ ഉണ്ട്? നമ്മുടെ പെരിയാറിലുണ്ട്. സോ അത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാം, മുല്ലപ്പെരിയാർ ഡാം ആണ് അല്ലെ? മുല്ലപ്പെരിയാർ ഡാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇരട്ടയാർ ഡാം ഉണ്ട്, ഭൂതത്താൻ കെട്ടുണ്ട്, ലോവർ പെരിയാർ, കുണ്ടള ഡാം ഉണ്ട്, ഇടമലയാർ ഡാം ഉണ്ട്, മാട്ടുപ്പെട്ടി ഡാം ഉണ്ട്, ചെങ്കുളം ഡാം ഉണ്ട്, ഇടുക്കി ഡാം ഉണ്ട്, ആനയിറങ്കൽ ഡാം ഉണ്ട്, ചെറുതോണി ഡാം ഉണ്ട്, പൊന്മുടി ഡാം ഉണ്ട്, കുളമാവ് ഡാം ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ
എന്താണ് അണക്കെട്ടുകളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും ജലവാഹിക്കുന്നത് ഏതാണ്? പെരിയാറാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ എവിടെ ഉണ്ട്? നമ്മുടെ പെരിയാറിൽ ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അണക്കെട്ടുകളുടെ പേരും കൃത്യമായിട്ട് പഠിക്കുക. മുല്ലപ്പെരിയാറ്, ഇരട്ടയാറ്, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാറ്, കുണ്ടള, ഇടമലയാറ്, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ഇടുക്കി, ആനയിറങ്കൽ, ചെറുതോണി, പൊന്മുടി, കുളമാവ്. സോ ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ള ഒരു കോഡ് ഇതാണ്. എന്താണ്? ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു, തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ചെങ്കുളം ഭൂതം ദാണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ചെങ്കുളം ഭൂതമാണ്. ഓക്കെ, ഈ ചെങ്കുളം ഭൂതത്തിനെ കണ്ട് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഇവിടെ നിന്ന ഒരു ആന, ഓക്കെ, ഒരു ആന എന്ത് ചെയ്യാണ്? ഇടയുകയാണ്. ഓക്കെ, ചെങ്കുളം ഭൂതത്തെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആനയെ കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ആന എന്ത് ചെയ്യുന്നത്? ഇടയുന്നത്. ഓക്കെ, അപ്പൊ ചെങ്കുളം ഭൂതത്തിനെ കണ്ട് മംഗലത്തെ ആനയാണ്. ഈ ആനയ്ക്ക് ഒരു പേരുണ്ട്, മംഗലത്തെ ആണ്. മംഗലം തറവാട്ടിലാണ് കേട്ടോ. മംഗലത്തെ ആന ഇടഞ്ഞു. അപ്പൊ തോണിയിലിരുന്ന മുല്ലപ്പൂ, ഇവിടെ ഒരു തോണി ഉണ്ടായിരുന്നു. ആന ഇടയുന്ന കണ്ടപ്പോഴത്തേക്കും തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ ഒരു പൊന്മാൻ. ഓക്കെ, ഇവിടെ ഒരു പൊന്മാൻ ഉണ്ട്. ആ പൊന്മാൻ എന്ത് ചൂടിയിട്ടുണ്ട്? മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊന്മാൻ എന്ത് ചെയ്യുന്നു? പെട്ടിയിലാകുന്നു. ഓക്കെ, ഇവിടെ ഒരു പെട്ടിയുണ്ട്, പെട്ടിക്കകത്ത് വീഴുന്നു. അങ്ങനെയൊക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ചിത്രീകരിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പം ചെങ്കുളം ഭൂതത്തിന്റെ പേരെന്താണ്? ചെങ്കുളമാണ്. ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു, തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ വീണു. അങ്ങനെ വല്ലതും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു, തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. അപ്പൊ നമുക്ക് നോക്കാം. ചെങ്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ചെങ്കുളം ഭൂതത്തെ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ചെങ്കുളമാണ്. അണക്കെട്ടുകൾ പഠിക്കുകയാണേ. ഭൂതത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂതത്താൻ കെട്ടാണ്. കണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് കുണ്ടള ഡാം ആണ്. മംഗലത്തെ എന്ന് ഉദ്ദേശിച്ചത് നേരിയ മംഗലമാണ്. ആന ഉദ്ദേശിച്ചത് ആനയിറങ്കലാണ്. ഇടഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടമലയാറാണ് കേട്ടോ. ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു. ആ വാക്കുകളെല്ലാം നമുക്ക് കോഡായിട്ട് കിട്ടിയല്ലേ? ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു. ചെങ്കുളം, ഭൂതത്തെ ഭൂതത്താൻ കെട്ട്, കണ്ട് കുണ്ടള, മംഗലത്തെ എന്താണ്? നേരിയ മംഗലമാണ്. ആനയിറങ്കൽ, ഇടഞ്ഞു ഇടമലയാറ്. ഓക്കെ, ഇനി തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. തോണിയിലിരുന്ന എന്ന് പറഞ്ഞാൽ ചെറുതോണിയാണ്. മുല്ലപ്പൂ ചൂടിയ എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറാണെന്ന് നിങ്ങൾക്ക് അറിയാം. പൊന്മാൻ എന്ന് പറഞ്ഞാൽ പൊന്മുടി ഡാം ആണ്. പെട്ടിയിൽ എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടിയാണ്. കഴിഞ്ഞില്ലേ? ഓക്കെ, ആ കോഡ് മാത്രം പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കാണ്, പൊന്മാൻ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പൊന്മാൻ എന്ത് ചെയ്തു? മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിലായി. അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ സംഭവം കത്തും. എന്താണ്? പെരിയാറിന്റെ ആണെന്ന് കത്തും അല്ലേ? സോ അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. ഓക്കെ, അപ്പൊ അണക്കെട്ടുകളൊക്കെ ക്ലിയർ ആയോ? ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു. ചെങ്കുളം ഡാം, ഭൂതത്താൻകെട്ട്, കുണ്ടള ഡാം, നേരിയമംഗലം, ആനയിറങ്കല്, ഇടമലയാറ്. തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. ചെറുതോണി, മുല്ലപ്പെരിയാറ്, പൊന്മുടി, മാട്ടുപ്പെട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മാത്രമേ ഇനിയും ഇതേപോലുള്ള കോഡുകളൊക്കെ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് വെച്ച് വലിയ യൂസ് ഒന്നും ഇല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആൻസർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നമുക്ക് കോഡൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ നമ്മൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോകാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തരും, അവർക്കും അത് യൂസ്ഫുൾ ആകട്ടെ. ഓക്കെ, അപ്പൊ പെരിയാറിന്റെ തീരത്തെ പ്രശസ്തമായ സ്ഥലങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. പെരിയാറിന്റെ തീരത്ത് പ്രശസ്തമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മലയാറ്റൂർ പള്ളി കേട്ടിട്ടുണ്ടോ? മലയാറ്റൂർ പള്ളിയുണ്ട്. ആലുവ അദ്വൈതാശ്രമമുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതം നമുക്കറിയാം. ശ്രീ ശങ്കരാചാര്യരുടെ
ജന്മസ്ഥലമായ കാലടി, അത് ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. കാലടി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെയാണ്? പെരിയാറിന്റെയാണ്. പ്രശസ്തമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ആലുവ തീരം അല്ലെ, ആലുവ ക്ഷേത്രമില്ലേ, അതെല്ലാം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ പെരിയാറിന്റെ തീരത്തെ പ്രശസ്തമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈതാശ്രമം, പെരിയാർ വന്യജീവി സങ്കേതം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, പ്രശസ്തമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ആലുവ തീരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പെരിയാർ എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിലൂടെ മാത്രമേ അത് നമുക്ക് അറിയാനും സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. എൻ്റെ ഇവിടെ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്താലോ? ഇതാ നോക്കൂ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെരിയാറിനെ പറ്റിയിട്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കേരളത്തിലെ നദികളുടെ ഒരു ബേസിക് ആയിട്ടൊരു 4 ചോദ്യങ്ങൾ പഠിച്ചു. കേരളത്തിലെ നദികൾ 44, അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. ആ 3 എണ്ണം ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. ഏറ്റവും വലുത് പെരിയാറും ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴയുമാണ്. അതിനുശേഷം നമ്മൾ പെരിയാറിലേക്കാണ് പോയത്. പെരിയാറിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതെന്ന് ചോദിച്ചു. അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന വിശേഷണമുള്ളത് ഏതെന്ന് ചോദിച്ചു. ആലുവ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാലടി പുഴ ഏതെന്ന് അറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഉത്തരമെല്ലാം പെരിയാറാണ്. ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ്. 2 ജില്ലകളിലൂടെ ഒഴുകുന്നു, ഇടുക്കി അതുപോലെ തന്നെ എറണാകുളമാണ്. പിന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി പദ്ധതി. ഇത് പതിക്കുന്നത് എവിടെയാണ്? അത് വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 244 കിലോമീറ്റർ ആണ്, 152 മൈലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ പറയും പെരിയാറാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏതെന്ന് ചോദിച്ചാലും നമ്മൾ കേരളത്തിൻ്റെതാണ്, മീൻസ് പെരിയാറിന്റെ പേരാണ് പറയേണ്ടത്. 2020 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരണപ്പെട്ട നദിയായിരുന്നു. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ മുല്ലയാറാണ്. ഈ മുല്ലയാറും പെരിയാറും കൂടെ ചേരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അവിടെയുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടളയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് അതിനുശേഷം നമ്മൾ പെരിയാറിന്റെ പോഷക നദികൾ പഠിച്ചു. ആ നദികൾ പഠിക്കാൻ നമ്മളൊരു കോഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് തൊട്ടിയിലെ ചെറുതേനാണ് പെരുത്തിഷ്ടം എന്ന് പഠിച്ചു അല്ലെ. കട്ടപ്പന കട്ടപ്പനയാറ്, മുല്ലാക്ക മുല്ലയാറ്, മുതിര മുതിരമ്പുഴയാറ്, തൊട്ടിയിലെ തൊട്ടിയാറ്, ചെറുതേൻ ചെറുതോണിയാറ്, പെരുത്ത് പെരുന്തുറയാറ്, ഇഷ്ടം ഇടമലയാറാണ്. ഓക്കെ, ഇനി മാർത്താണ്ഡപുഴ മംഗലപ്പുഴ എന്ന് പറഞ്ഞിട്ട് ആലുവയിൽ വെച്ചിട്ട് പെരിയാർ എന്ത് ചെയ്യുന്നുണ്ട്? 2ആയിട്ട് വേർപിരിഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളപ്പൊക്കത്തിലേക്കാണ് പോയത്. വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ 1341 AD 1341 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അതുവഴി കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ 1099 മലയാള മാസം 1099 എന്തുണ്ടായി? മറ്റൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഇംഗ്ലീഷ് മാസമാണെങ്കിൽ 1924 എന്താണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എന്നാൽ മലയാള മാസത്തിന്റെ പേര് വെച്ച് 99 വെള്ളപ്പൊക്കം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളുടെ കാര്യം പഠിച്ചു. ഒന്ന് തേക്കടി വന്യജീവി സങ്കേതം, മറ്റൊന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതവുമാണ്. സലിം അലിയുടെ കാര്യം ഓർത്തു വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയെന്ന് പഠിച്ചു. ആ അണക്കെട്ടുകൾ പഠിക്കാനായിട്ട് നമ്മളൊരു കോഡ് യൂസ് ചെയ്തു. ആ കോഡ് എന്തായിരുന്നു? ചെങ്കുളം ഭൂതത്തെ കണ്ട് മംഗലത്തെ ആന ഇടഞ്ഞു, തോണിയിലിരുന്ന മുല്ലപ്പൂ ചൂടിയ പൊന്മാൻ പെട്ടിയിൽ. ഓക്കെ, ചെങ്കുളം എന്ന് പറഞ്ഞ ചെങ്കുളം, ഭൂതത്തെ ഭൂതത്താൻ കെട്ട്, കണ്ട് കുണ്ടള, മംഗലത്തെ നേര്യമംഗലം, ആനയിറങ്ങൽ, ഇടഞ്ഞു ഇടമലയാറ്, തോണിയിലിരുന്ന ചെറുതോണി, മുല്ലപ്പൂ ചൂടിയ മുല്ലപ്പെരിയാറ്, പൊന്മാൻ പൊന്മുടി, അതുപോലെ തന്നെ പെട്ടിയിൽ എന്ന് പറഞ്ഞാൽ മാട്ടുപെട്ടിയാണ്. ഇനി പെരിയാറിന്റെ തീരത്തെ പ്രശസ്തമായ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈതാശ്രമം, പെരിയാർ വന്യജീവി സങ്കേതം, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി, പ്രശസ്തമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ആലുവ തീരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നത്. സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ഇതിന് ശേഷം ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. സോ ടെലഗ്രാമിൽ പോവുക. അതിനുശേഷം ഇതിന്റെ നോട്ടും ഇതിന്റെ ക്വിസും എക്സാമും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ
എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. കറക്റ്റായിട്ട് ക്യാപ്സ്യൂൾ സെഷൻ പഠിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. അതുപോലെ ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യുന്നു. നമ്മൾ ക്യാപ്സ്യൂളിന്റെ ഒന്നാമത്തെ ഭാഗം പഠിച്ച സമയത്ത് ഞാൻ നീലക്കുറിഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോൾ 12 മാസത്തിലൊരിക്കൽ പൂക്കുന്ന പൂവെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അബദ്ധത്തിൽ വന്നു പോയതാണ്. മാസമല്ല, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി കേട്ടോ, സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്നത്. സോ അത് എന്താണ്, അത് തിരിച്ചറിഞ്ഞ് കമന്റിൽ തിരുത്തി തന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. സോ അത് ചെറിയ തെറ്റാണെങ്കിൽ പോലും, അത് വായിൽ നമ്മൾ ഓർക്കാതെ പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു തെറ്റ് തന്നെയാണ്. അത് ക്ലിയർ ആക്കി തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. സോ ഇനിയും എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് തന്നാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും അടുത്ത ഒരു ക്യാപ്സ്യൂൾ സെഷനിൽ കാണാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിച്ച് വരിക. ഓക്കെ, താങ്ക് യു.